വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്കിത് ഒരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും പരിചയപ്പെടാം. ഇത് ചുവന്നുള്ളിയാണ്, ഇത് തക്കാളി, സവോള, കുഞ്ഞ് 3 സവോളയാണ് എടുത്തേക്കുന്നത്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്. ചുവന്നുള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ആവശ്യാനുസരണം എടുക്കുക. ഇത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങൾ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് ഏകദേശം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 വറ്റൽമുളക്, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് തന്നപ്പോൾ വിട്ടുപോയൊരു സാധനമാണ് കരിവേപ്പില. അത് നമുക്ക് ഒരു 2 കരിവേപ്പില. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇതിന് നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചുവന്നുള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് സവോള ആഡ് ചെയ്യാം. ഈ സവോളയും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. സവോള എല്ലാം നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലാസൊക്കെ ആഡ് ചെയ്യാം. ആദ്യമേ 1 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മസാലയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി ഒരു 1.5 സ്പൂൺ മതി. മുളക് പൊടി ആയിട്ട് ലാസ്റ്റ് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നല്ലോണം ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ്. അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ആവട്ടെ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിത് ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഓവറായിട്ട് വെള്ളമായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. ഇപ്പം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലോർ 1.5 സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ്. ഇത് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് വേവാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളി, 1 തക്കാളി ഉണ്ട്, അതിട്ടേക്കുവാണ്. ഇനി ഇത് നല്ലോണം വറ്റിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓൾ എന്നുള്ള ഐക്കൺ തന്നെ കൊടുക്കണം. എങ്കിലേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.